ഹായ്, ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ബാബ സുരേഷ് ഏട്ടൻ്റെ കടയിലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ തട്ടുകട, ബാബ സുരേഷ് ഏട്ടൻ്റെ. ഞാൻ എൻ്റെ വൈഫായിട്ടാണ് വന്നത്. സുരേഷ് ഏട്ടൻ ഇപ്പോൾ ഉണ്ട്, പുള്ളി തിരക്കിലാണ്. സുരേഷ് ഏട്ടൻ നിൽപ്പുണ്ട്. കുറവങ്കോണം റൂട്ടാണ്. നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ കടയിലാണ്. സുരേഷ് ഏട്ടനാണ് അതാ നിൽക്കുന്നത്. പുള്ളി ഫുഡ് കൊടുക്കുന്ന തിരക്കിലാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ ഉള്ളത്. നല്ല ചൂട് ദോശ അങ്ങനെ ചുട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. സുരേഷ് ഏട്ടനാണ് ഇന്ന് ഫിഷ് കറി, ഇവിടുത്തെ ഫിഷ് കറിയാണ്. പുള്ളിക്കാരൻ കുറച്ച് തിരക്കിലാണ്. ഹായ്, നമസ്കാരം. സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് കുറച്ച് ദിവസം വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങളുടെ 2 ദിവസം ഗ്യാസിന് ഒരു ക്ഷാമം ഉണ്ടായിരുന്നു. ഗ്യാസ് ഒരാഴ്ചയോളം കട അടച്ചിടേണ്ടി വന്നു. ഞങ്ങൾ തുടങ്ങിയ ഒരാഴ്ചയോളം കട അടച്ചിടേണ്ടി വന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇന്നോട്ട് വീണ്ടും ഒരു 2 ദിവസം മുന്നേ തുടങ്ങി. പിന്നെ അതിനിടയ്ക്ക് ഞായറാഴ്ച വന്നു. അപ്പോൾ സ്റ്റാമ്പുകൾക്ക് ലീവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് വീണ്ടും തുടങ്ങി. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടെന്ന് കപ്പ, മീൻ കറി, കാടമുട്ട ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കമ്മി വന്നിട്ട് നമ്മൾ പേടിക്കുന്നില്ല. പിന്നെ എന്താ മീനുണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ, ബീഫ്, ദോശ, കപ്പ, പൊറോട്ട, ഇത്രയും ഐറ്റംസ് ഇഷ്ടം വരുന്നവരുണ്ട്. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് കഷ്ടമാണ്. നമ്മൾ ഐറ്റംസ് വളരെ കുറച്ച് മിതമായിട്ട് മാത്രമേ കൊണ്ടുപോകും. അധികം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നഷ്ടമില്ല. കുറേശ്ശെ കുറച്ച് ഇരുന്നുകൊണ്ട് കാണിച്ചിട്ടാണ് കൊണ്ടുപോയി പറയുമ്പോൾ പതുക്കെ കുറേശ്ശെ മുന്നോട്ട് പോകാൻ. ഇപ്പോൾ ആൾക്കാർ പൊറോട്ടയ്ക്ക് കുട്ടിന് വരുന്നുണ്ട്, ഇഡലിക്ക് വരുന്നുണ്ട്, പിന്നെ അവർക്ക് ചപ്പാത്തിക്ക് വരുന്നുണ്ട്. അതൊന്നും തുടങ്ങിയിട്ടില്ല. ക്രമേണ പതുക്കെ തുടങ്ങാൻ അങ്ങനെ മുന്നോട്ട് പോകും. ഞങ്ങളിപ്പോൾ വൈകുന്നേരം ഒരു 6 മണി ചിലപ്പോൾ താമസിക്കും. കാരണം ഇവിടെ നല്ല 6 മണി സമയത്ത് നല്ല ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 6-6:30 ആവും. അപ്പോൾ ഞങ്ങൾ 1 മണിയാണ് സമയം പറഞ്ഞിട്ടുള്ളത്, പോലീസിൻ്റെ സമയം. ചിലപ്പോൾ ഞങ്ങൾക്ക് 11 മണിയാകുമ്പോൾ കഴിയും, ചിലപ്പോൾ 11 മണിയാകുമ്പോൾ കഴിയുന്നതനുസരിച്ച് നമ്മൾ നേരത്തെ 1 മണി വരെ എന്തായാലും നമ്മൾ സമയം ഉണ്ട്. നേരത്തെ കഴിഞ്ഞാൽ നേരത്തെ പോകും, അല്ലെങ്കിൽ നമ്മൾ തീരുന്നവരെ 1 മണി 1:30 മണി വരെയൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. എല്ലാം ഒരു സാധനം പോലും മിച്ചമില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് തന്നെയാണ് പോയത്. തുടക്ക ദിവസത്തിൽ നമുക്ക് കൊണ്ടുവന്ന എല്ലാം മിച്ചമായിരുന്നു. തുടങ്ങിയ സമയത്ത് എല്ലാം മിച്ചമായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഡെവലപ്പായിട്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. കുറേ നമ്മുടെ കുട്ടികളായ ആൾക്കാർ കുറേ യൂട്യൂബിലൊക്കെ വന്നിട്ട് ചെയ്ത് നമുക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. ഓൺലൈൻ അതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ല അത്യാവശ്യം നന്നായിട്ട് പോകുന്നു. ശരി ഏട്ടാ.